വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാനായി പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്ക നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ചൂടായതിൽ കടുകെല്ലാം നല്ലതായിട്ട് പൊട്ടി. ഇനി നമുക്ക് ജീരകം ചേർത്തു. ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. സവാളയുടെ കൂടെ ഞാൻ 1 പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിക്കുക. രണ്ട് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമെല്ലാം മാറി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക മസാല തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.